കാർത്തുമ്പി കുടകളെ പറ്റി കേട്ടിട്ടുണ്ടോ? അതെ, ഇത് നമ്മുടെ കേരളത്തിലെ അട്ടപ്പാടിയിലുള്ള ആദിവാസി സ്ത്രീകൾ നിർമ്മിച്ച് ചരിത്രം തിരുത്തിയ ആ കാർത്തുമ്പി കുടകളെ കുറിച്ചാണ് പറയുന്നത്. പുറം ലോകവുമായി ഒറ്റപ്പെട്ട് തങ്ങളുടെ ഊരുകളിലെ ജോലിയും നോക്കി ജീവിതം അങ്ങനെ നീട്ടിക്കൊണ്ടുപോയവരുടെ വിജയഗാഥ. ഇതാണ് കാർത്തുമ്പി കുടകൾ. 2014 ആരംഭിച്ച് കാർത്തുമ്പി കുട എന്ന നമ്മുടെ നാടൻ ബ്രാൻഡ് കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു പതിറ്റാണ്ട് മുൻപ് പോഷകക്കുറവ് മൂലമുണ്ടാകുന്ന ശിശുമരണങ്ങളുടെ പേരിൽ വാർത്തകളിൽ നിറഞ്ഞു നിന്ന സ്ഥലമായിരുന്നു അട്ടപ്പാടി. 2013 31 ശിശുമരണങ്ങൾ കേരള മനസാക്ഷിയെ ഞെട്ടിച്ചവയായിരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വിവിധ പദ്ധതികൾ അട്ടപ്പാടിയിലെ ജനങ്ങൾക്ക് വേണ്ടി നൽകി. ശിശുമരണ നിരക്ക് കുറച്ചുകൊണ്ടുവരാൻ സാധിച്ചെങ്കിലും ഇപ്പോഴും അട്ടപ്പാടി പിന്നോക്കാവസ്ഥയിൽ തന്നെയാണെന്ന് പറയുന്നത് തെറ്റില്ല. അട്ടപ്പാടി എന്നും ലോകത്തിൽ നിന്നും ഒറ്റപ്പെട്ടു നിൽക്കുന്നുവെന്ന് പറയുന്നതായിരിക്കും സത്യം. അട്ടപ്പാടി താലൂക്കിന് ഒരു പ്രത്യേകത തന്നെയുണ്ട്. കേരളത്തിലെ പട്ടികവർഗക്കാർക്കായുള്ള ഏക താലൂക്ക് എന്ന സവിശേഷത അട്ടപ്പാടിക്ക് സ്വന്തമാണ്. നിരവധി പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിട്ടും അട്ടപ്പാടിയിലെ പല കാര്യങ്ങളിലും പിന്നോക്കാവസ്ഥ നിലനിൽക്കുന്നു. എന്നാൽ അട്ടപ്പാടിയിലെ സ്ത്രീകളെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുന്നതിൽ കാർത്തുമ്പി കുടകൾ വഹിച്ച പങ്ക് വലുതാണ്. അട്ടപ്പാടിയിലെ ആദിവാസി കുട്ടികൾക്ക് വേണ്ടി രൂപീകരിച്ച സാംസ്കാരിക കൂട്ടായ്മയായിരുന്നു കാർത്തുമ്പി. ആ സുന്ദരമായ പേര് കുടനിർമ്മാണത്തിന് വേണ്ടി അവർ സ്വീകരിച്ചു. 2014 ഈ സംരംഭം ആരംഭിച്ചപ്പോൾ 50ഓളം ആദിവാസി സ്ത്രീകൾക്ക് കുട നിർമ്മിക്കാൻ പരിശീലനം നൽകിയിരുന്നു. ഇവരിൽ 10 പേർക്ക് അട്ടപ്പാടിക്ക് പുറത്ത് വിദഗ്ധ പരിശീലനം നൽകി. ആദ്യ 3 വർഷങ്ങളിൽ ദുബായ് ആസ്ഥാനമായുള്ള പ്ലീസ് കളക്റ്റീവ് എന്ന സംഘടന കുട പദ്ധതിക്ക് സാമ്പത്തിക സഹായം നൽകി. 2017 സംസ്ഥാന പട്ടികവർഗ വികസന വകുപ്പ് 17 ലക്ഷം രൂപ റിവോൾവിംഗ് ഫണ്ടായി നൽകി. 2014 1000 കുടകൾ വിറ്റഴിച്ച സംരംഭം 2024 പ്രതിവർഷം 17,000 കുടകൾ വിൽക്കുന്ന വലിയൊരു സംരംഭമായി വളർന്നു. അൻപത് പേർക്ക് പരിശീലനം ലഭിച്ച സ്ഥലത്തു നിന്നും കുട സംരംഭത്തിന് കൈകൊടുക്കുവാൻ നിരവധി പേർ രംഗത്തെത്തി. ഇതോടെ പരിശീലനം ലഭിച്ച ആദിവാസി സ്ത്രീകളുടെ എണ്ണം 360 ഉയർത്താൻ സാധിച്ചു. മികച്ച വരുമാന മാർഗത്തോടൊപ്പം സ്വയം തൊഴിൽ നേടിയ നിരവധി പേരെയാണ് പൊതുജന മധ്യത്തിലേക്ക് കൊണ്ടുവരുന്നത്. ഊരുകളിൽ ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്ന സ്ത്രീകൾ ഇന്ന് പറയുന്നത് വിജയത്തിന്റെ മധുരം നിറഞ്ഞ കാർത്തുമ്പി കുടകളുടെ കഥകളാണ്. കുടകൾ മാർക്കറ്റ് പിടിച്ചതോടെ ഇതര ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലേക്ക് ഇറങ്ങാൻ പദ്ധതിയിട്ടെങ്കിലും സർക്കാരിന്റെ സഹായത്തിന് കാത്തു നിൽക്കുകയാണ് ഇവിടത്തെ സ്ത്രീകളും സൊസൈറ്റിയും. ഇതുവരെ അട്ടപ്പാടിയിലെ ആദിവാസി സ്ത്രീകൾ നിർമ്മിച്ചത് 3 ലക്ഷത്തോളം കുടകളാണ്. ഇവ ഓൺലൈൻ വഴിയും മറ്റു റീറ്റെയിൽ മാർക്കറ്റുകളിലും വിൽപ്പന നടത്തുന്നുണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിക്ക് കീഴിലാണ് ഇവരിൽ ഭൂരിഭാഗം സ്ത്രീകളും ജോലി ചെയ്യുന്നത്. സ്ത്രീകൾക്ക് അധിക വരുമാനം ഉറപ്പാക്കുന്നതിനായാണ് കുട നിർമ്മാണം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് സീസണാണ്. ഫെബ്രുവരിയിൽ തുടങ്ങും. ജൂണോടെ നല്ലൊരു ശതമാനം കുടകളുടെ നിർമ്മാണവും പൂർത്തീകരിക്കും. ആദിവാസി സ്ത്രീകൾക്ക് അവരുടെ ജീവിത നിലവാരവും മൊത്തത്തിലുള്ള ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നതിന് വരുമാന സ്രോതസ് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കുട നിർമ്മാണം എന്ന ആശയം ഉയർന്നു വന്നത്. സാമ്പത്തിക നേട്ടങ്ങളെ മറികടക്കുന്നതാണ് കാർത്തുമ്പി കുടകളുടെ വിജയം. സ്ത്രീ ശാക്തീകരണം, സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കൽ, ഇന്ത്യയിലെ ആദിവാസി സമൂഹങ്ങളുടെ സംരംഭകത്വ മനോഭാവം എന്നിവ പ്രദർശിപ്പിക്കുന്ന ഒരു സംരംഭം കൂടിയാണിത്. പദ്ധതി വിപുലീകരിക്കുമ്പോൾ 350-ലധികം സ്ത്രീകൾ പരിശീലനം നേടുന്നതോടെ അട്ടപ്പാടിക്ക് ശോഭനമായ നാളെയും വാഗ്ദാനം ചെയ്യുന്നു. പല ആചാരങ്ങളുടെയും പാരമ്പര്യങ്ങളുടെയും പ്രധാന ഭാഗമാണ് കുടകൾ. കാർത്തുമ്പി കുടകൾ നിർമ്മിക്കുന്നത് തമ്പ് എന്ന ആദിവാസി കൂട്ടായ്മയുടെ വഴിയിലാണ്.